ഞാൻ ചുമ്മാ ഈ റിസോർട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ബാഡ്ജ് കിടക്കുന്ന കണ്ടു. പോയി എടുത്ത് നോക്കിയപ്പോൾ സാംസങ് ഗാലക്സി Z Fold 7ന്റെയും C Flip 7ന്റെയും ലോഞ്ച് ഇവന്റ് കാർഡ്. ഒന്നും നോക്കിയില്ല, എടുത്ത് കഴുത്തിലിട്ടു, അങ്ങോട്ടങ്ങ് കയറി. ചുമ്മാ പറഞ്ഞതാ, ഇൻവൈറ്റ് കിട്ടിയിട്ട് വന്നതാ. കാലിക്കറ്റ് വെച്ചായിരുന്നു C Fold 7ന്റെയും C Flip 7ന്റെയും ഇന്ത്യസ് ഫസ്റ്റ് റീറ്റെയിൽ ലോഞ്ച് നടന്നത്. അതും മൈജി ത്രൂ ആണ് നടന്നത്. സാംസങ്ങിന്റെ സീനിയർ വൈസ് പ്രസിഡന്റും മൈജിയുടെ ചെയർമാൻ AK ഷാജി സർ ആൻഡ് സാംസങ്ങിന്റെ മറ്റു ഒഫീഷ്യൽസും ചേർന്നായിരുന്നു ഫോൺ ലോഞ്ച് ചെയ്തത്. ഒരുപാട് ക്രിയേറ്റേഴ്സും ഉണ്ടായിരുന്നു, എല്ലാവരെയും മീറ്റ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തു. ഇതാണ് സാംസങ് C Fold 7 ആൻഡ് C Flip 7. C Fold 7 ഇതുവരെ ഇറങ്ങിയതിലേക്ക് വെച്ച് തിന്നസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് C Fold എവർ ആണ്. അൺഫോൾഡ് ചെയ്യുമ്പോൾ 4.2 mm, ഫോൾഡ് ചെയ്യുമ്പോൾ 8.9 mm ഉള്ളൂ ഇതിന്റെ തിക്നെസ് വരുന്നത്. ഡിസ്പ്ലേ 7.6 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട്. 120 Hz AMOLED മെയിൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കവർ ഡിസ്പ്ലേ വലുതാക്കിയിട്ടുണ്ട്. 6.5 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു നോർമൽ ഫോൺ പോലെ തന്നെ ആയിരിക്കും ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും. ഗൊറില്ല ഗ്ലാസ് സെറാമിക് 2 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആയ സ്നാപ്ഡ്രാഗൺ 888 ആണ് ഇതിനകത്ത് വരുന്നത്. 200 MB വൈഡ് ക്യാമറ പ്ലസ് 12 MB അൾട്രാ വൈഡ് വരുന്നുണ്ട് മെയിൻ ക്യാമറ ആയിട്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 10 MB 3x പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് 3 കളേഴ്സിലായിരിക്കും അവൈലബിൾ ആവുക. ഇനി നമുക്ക് C Flip നോക്കാം. എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ ഇഷ്ടമായ ഒരു ഫോണാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കവർ ഡിസ്പ്ലേയുടെ സൈസ് അവർ വലുതാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് അത്. അതുപോലെ തന്നെ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നർ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചിൽ നിന്നും 6.9 AMOLED ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. ആൻഡ് Exynos 2500 ആണ് വരുന്നത്. പിന്നെ മെയിൻ ക്യാമറ 50 MB വൈഡ് ആൻഡ് 12 MB അൾട്രാ വൈഡ് ആൻഡ് ഫ്രണ്ട് വരുന്നത് 10 MB ആണ്. പിന്നെ ഈ രണ്ട് ഫോൺസും മൈജിയിലും ആൻഡ് മൈജി ഫ്യൂച്ചറിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 250 GB മേടിക്കുന്ന ക്യാഷിന് നിങ്ങൾക്ക് 512 മേടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ EMI ലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 24 month 0 ഡൗൺ പേയ്മെന്റ്, 0 ഇൻട്രസ്റ്റ് ഓഫർ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ എക്സ്ചേഞ്ച് ഓഫേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കാശുള്ളവരൊക്കെ വേഗം മൈജിയിലോട്ടും അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിലോട്ടും കിട്ടും.